SDPI 20 മണ്ഡലങ്ങളിൽ നിന്ന് UDF പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവാദം കത്തുന്നു. കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. പ്രചരണവും പങ്കാളിത്തമൊന്നും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ്. ഞങ്ങള് അവരുമായിട്ട് ധാരണയിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം അവർ ചെയ്യുന്നില്ലല്ലോ. ഒരു ഇതിൽ പറഞ്ഞു, അവര് പറഞ്ഞത് മതേതര ശക്തികളുടെ കൂടെ നിൽക്കും എന്നുള്ള നിലപാടാണ് അവരെടുത്തത്. ആളുകൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ്. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ വോട്ട് ചെയ്യണ വ്യക്തികളല്ലേ, ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണേ. സമീപകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലെ സംഭവത്തെ അപലപിച്ചത്. കേരളത്തിന്റെ മതേതര മനസ്സിന്റെ നെഞ്ചിലേറ്റ ആ കുന്തമുനയായിരുന്നു ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം വർഗീയവാദികളെ ഒരു കാരണവശാലും വെച്ചു മുറിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തരം വർഗീയവാദികളുടെ വോട്ട് കൂടി വേണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? ഒരു വർഗീയവാദിയുടെയും തിണ്ണനരങ്ങാൻ ഒരു UDF നേതാവ് ഇനി പോവില്ല, ഒരാളും പോവില്ല. ഒരു തരത്തിൽ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല. ഗുരുവായൂരിലെ ചാവക്കാട് പുന്നൻ ഔഷാദ്, കോൺഗ്രസ് പ്രവർത്തകനായ പുന്നൻ ഔഷാദിനെ കൊന്ന SDPIക്കാർ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ SDPI കൊലക്കേസിൽ പെടുന്ന കേസിലൊന്നും ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല. പുന്നൻ ഔഷാദിന്റെ കേസിലും SDPIക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ധാരാളം സമരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഗുരുവായൂരെല്ലാം നടന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടാണ്, ഒരു വെള്ളവും ചേർക്കില്ല. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കും. ഒരുപോലെ എതിർക്കും. അതിൻ്റെ അത് ഒരു വിട്ടുവീഴ്ചയില്ല. വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ് ഞങ്ങളുടേത്. ഒരാളെ ന്യായീകരിക്കില്ല ഞങ്ങൾ. ഇവർ രണ്ടു കൂട്ടരും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. SDPI കുഴപ്പമുണ്ടാക്കിയാൽ മാത്രമാണ് RSSന് പ്രസക്തിയുള്ളത്. RSS കുഴപ്പമുണ്ടാക്കിയാൽ മാത്രമാണ് SDPIക്ക് പ്രസക്തിയുള്ളത്. അതുകൊണ്ടാണ് പരസ്പരം ഇവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന കുഴപ്പമാണ്. പരസ്പര ആശ്രിത ആണ് ഇവരുടെ നിലനിൽപ്പ്, ഈ രണ്ടു കൂട്ടരുടെ നിലനിൽപ്പ്. അത് കേരളീയ പൊതുസമൂഹത്തിന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് രണ്ടും അപകടകാരികളായ നിലനിൽപ്പ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? അതിന് ഭാഷയില്ല.